Hello guys, welcome back to Hallstatt Vlog Part 2. നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് ഏകദേശം 3-3:30 ആയപ്പോഴേക്കും ഹോൾസ്റ്റാറ്റിൽ എത്തിയിരുന്നു കേട്ടോ. ഹോൾസ്റ്റാറ്റ് എന്ന് പറയുന്നത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിൽ ഒരെണ്ണമാണ് ഈ പറയുന്ന ഒരു കുഞ്ഞു ഗ്രാമം. പക്ഷേ ഈ ഗ്രാമത്തിനെ ചുറ്റി നിൽക്കുന്നത് മുഴുവൻ ആൽപ്സ് മൗണ്ടെയിൻ ആണ്. നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ കാണുന്നത് ആൽപ്സ് മൗണ്ടെയിൻ ആണ് കേട്ടോ. അത്രയും ബ്യൂട്ടിഫുള്ളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രാമം കാണാനായിട്ട്. നമുക്കൊരു 2 ദിവസം സിറ്റിയുടെ തിരക്കുകളിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും ഒക്കെ മാറി ശരിക്കും റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ് ഹോൾസ്റ്റാറ്റ് എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ഇന്നത്തെ പ്ലാനുകൾ എന്ന് പറയുന്നത്, നമ്മളിവിടെ ഹോൾസ്റ്റാറ്റിൽ ഒരു സോൾട്ട് മൈൻ ഉണ്ട്, കുറേ വർഷം പഴക്കമുള്ളൊരു സോൾട്ട് മൈൻ. ആ സോൾട്ട് മൈൻ നമ്മൾ കാണാൻ പോകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ ഒരു ബോൺ ചാപ്പൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാപ്പലുണ്ട്. അത് രണ്ടും വിസിറ്റ് ചെയ്യലാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. നമ്മുടെ ജേർണി ആരംഭിച്ചത് ജർമ്മനിയിലെ പാഡർബോണിൽ നിന്നാണ് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ ഡ്യൂസൽഡോർഫ് എയർപോർട്ടിലേക്ക് വന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഓസ്ട്രിയയിലേക്ക് ഫ്ലൈറ്റ് എടുത്തത്. നമ്മുടെ ജേർണിയുടെ ഡീറ്റെയിൽസ് മുഴുവൻ ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് പോയി കണ്ടിട്ട് വരണേ ഗൈസ്. അപ്പോൾ നമ്മളത് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ സോൾട്ട് മൈൻ്റെ അങ്ങോട്ട് പോവാണ്. ശ്രീ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സോൾട്ട് മൈൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് ഒരു 10 minutes നടക്കാനുണ്ടെന്നാണ് ഗൂഗിൾ മാപ്പിൽ കാണിച്ചത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഈ കാണുന്ന സ്ഥലം നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ട് വല്ല പരിചയമുണ്ടോ? നമ്മൾ ഹോൾസ്റ്റാറ്റിൻ്റെ ഒട്ടുമിക്ക ഇൻസ്റ്റാ റീൽസ് കാണുമ്പോഴും അതുപോലെ തന്നെ യൂട്യൂബ് ബ്ലോഗുകളിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ലൊക്കേഷനാണ് കേട്ടോ ഇത്. നമ്മൾ ഹോൾസ്റ്റാറ്റിൽ വന്ന് ഫെറി ഇറങ്ങിയതിന് ശേഷം ഈ കാണുന്ന വഴി സ്ട്രെയിറ്റ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സെൻറ്റർ ഏരിയയിൽ വന്ന് എത്തും കേട്ടോ. ആ സെൻറ്റർ ഏരിയയിൽ തന്നെയാണ് ഈ ഹോൾസ്റ്റാറ്റിലുള്ള ഓൾമോസ്റ്റ് എല്ലാ റെസ്റ്റോറൻറ്റ്സും അതുപോലെ തന്നെ ഹോട്ടൽസും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ എൻ്റെ ഈ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് ഹോൾസ്റ്റാറ്റിൻ്റെ എല്ലാ പിക്ചേഴ്സിലും തന്നെ നമ്മൾ കാണാറുള്ള ഒരു ഫേമസ് പള്ളിയില്ലേ, ആ കാണുന്ന പള്ളിയാണ് കേട്ടോ എൻ്റെ ഈ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾ നേരത്തെ കണ്ടത്. നമ്മുടെ ഹോൾസ്റ്റാറ്റ് ബ്ലോഗിൻ്റെ പാർട്ട് 1 നമ്മൾ സാൽസ്ബുർഗ് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം എങ്ങനെയാണ് ഹോൾസ്റ്റാറ്റിലേക്ക് ട്രെയിൻ ത്രൂ വരിക എന്നുള്ളതിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ട്രെയിനിന് ഹോൾസ്റ്റാറ്റിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ എന്തായാലും ആ പാർട്ട് 1 ഒന്ന് കണ്ടുള്ളൂ കേട്ടോ. ഇനി അത് കൂടാതെ നിങ്ങൾ ബസ്സിനാണ് ഹോൾസ്റ്റാറ്റിലേക്ക് വരാനായിട്ട് ഉദ്ദേശിക്കുന്നത് ുണ്ടെങ്കിൽ നിങ്ങൾ സാൽസ്ബുർഗ് എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം ബാഡിഷൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ബസ് നമ്പർ 150 കയറണം. ബാഡിഷൽ എത്തിയതിനു ശേഷം നിങ്ങൾ അവിടെ നിന്ന് എടുക്കേണ്ട ബസ്സാണ് ബസ് നമ്പർ 542. അതായത് ഹോൾസ്റ്റാറ്റ് ഗൊസൗ മ്യൂൾഹെ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ആ ബസ് പോകുന്നത്. അതിനുശേഷം ആ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞ് നിങ്ങൾ അവിടെ നിന്ന് ബസ് നമ്പർ 543 ഹോൾസ്റ്റാറ്റ് ലാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഉള്ള ബസ്സാണ് 543. അപ്പോൾ ബസ് നമ്പർ 543 ആണ് നമ്മുടെ ലാസ്റ്റ് ബസ്. ആ ബസ്സിൽ വന്ന് നമ്മൾ ഹോൾസ്റ്റാറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ സ്ഥലത്തേക്കും നടന്നു പോയി കാണാവുന്ന ദൂരമേ ഇവിടെ ഉള്ളൂ കേട്ടോ. ബസ്സിന് ഏകദേശം നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് 3 തൊട്ട് 3.5 മണിക്കൂർ വരെയും, അതുപോലെ തന്നെ നമ്മൾ ട്രെയിനിനാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഏകദേശം 2.5 to 3 മണിക്കൂറാണ് നമുക്ക് ഈ സ്ഥലത്തേക്ക് വരാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും സമയം കളയാതെ നമുക്ക് നമ്മുടെ സോൾട്ട് മൈനിലേക്ക് വെച്ച് പിടിപ്പിക്കാം കേട്ടോ.
വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലവും പെർട്ടിക്കുലർലി കാണാൻ പോയില്ലെങ്കിലും ഇതിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് വന്ന് നിന്ന് കഴിഞ്ഞാൽ തന്നെ ഭയങ്കരമായിട്ടുള്ള പ്രകൃതി ഭംഗിയാണ് ഇവിടെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഏത് പോർഷനിൽ വന്ന് നിന്നാലും നമുക്ക് കുറേ നേരം ഇവിടെ തന്നെ നിന്നാൽ മതി മറന്ന് ആൽപ്സ് മൗണ്ടെയിനും അതുപോലെ തന്നെ ഈ ഹോൾസ്റ്റാറ്റ് ലേക്കും ഒക്കെ കണ്ടുകൊണ്ട് നിൽക്കാനായിട്ടൊരു പ്രത്യേക തന്നെ ഒരു രസമാണ്. ഹോൾസ്റ്റാറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏതൊരു സീസണിൽ വന്നാലും ഹോൾസ്റ്റാറ്റിൻ്റെതായ ഒരു പ്രത്യേക ഭംഗിയുണ്ട് എന്നുള്ളത് തന്നെയാട്ടോ. നമ്മൾ ഈ സ്വിറ്റ്സർലാൻഡിനെ പറ്റി പറയില്ലേ, വിൻ്ററിൽ പോയാലും സമ്മറിൽ പോയാലും ഒക്കെ സ്വിറ്റ്സർലാൻഡിന് വേറെ തന്നെ ഒരു ഭംഗിയാണെന്ന്. അതേപോലെയാണ് നമ്മുടെ ഈ ഹോൾസ്റ്റാറ്റും. ഏത് സീസണിൽ വന്നാലും ഹോൾസ്റ്റാറ്റിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകത ശരിക്കും ഉണ്ട്. നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ നേരെ നോക്കി മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു കുട്ടി വാട്ടർഫോൾ കാണാം. ആ വാട്ടർഫോളിൽ നിന്ന് വരുന്ന വാട്ടർ ഇവരിവിടെ ഡയറക്റ്റായിട്ട് താഴെ ഒരു പൈപ്പിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ നിന്ന് പോകുമ്പോൾ കുറേ ട്രാവലേഴ്സ് എല്ലാവരും ഇത് ബോട്ടിൽ ശേഖരിക്കുന്നുണ്ടായിരുന്നു. നമ്മളും ഇന്നലെ രാത്രി വന്നപ്പോൾ ഇവിടെ നിന്ന് കുപ്പിയിൽ വെള്ളം നിറച്ചിട്ടാണ് കേട്ടോ കൊണ്ടുപോയത്. ആ വെള്ളം ശരിക്കും ഭയങ്കര നല്ല മിനറൽസ് ഉള്ള വാട്ടറാണ്. അപ്പോൾ നമുക്കത് കുടിച്ചു കഴിഞ്ഞാൽ വളരെ ഹെൽത്തിന് നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് സോൾട്ട് മൈനിലേക്ക് വേഗം നടക്കാം. ഓഗസ്റ്റ് മാസം ഹോൾസ്റ്റാറ്റ് അത്യാവശ്യം ടൂറിസ്റ്റ് നല്ല കൂടുതലായിട്ട് വരുന്നൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോട്ടൽസിൻ്റെയും അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റുകളിലും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ടൈമാണ്. പക്ഷെ നമ്മൾ റൂമുകൾ കുറച്ചധികം ഒരു 2-3 മാസം മുൻപ് ബുക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് കിട്ടാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഹോൾസ്റ്റാറ്റിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ സമ്മർ ആണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ ചേഞ്ച് ആവുന്ന ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ആണ്. ഞങ്ങൾ സമ്മറിലാണ് വന്നതെങ്കിലും ഈ വന്ന 2 ദിവസം ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ മഴയാണ് പെയ്തത്. ഭാഗ്യത്തിന് ഞങ്ങളുടെ കയ്യിൽ കുട ഉണ്ടായിരുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോയി. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ എന്തായാലും ഒരു കുട കയ്യിൽ കരുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഈവൻ ദോ അത് സമ്മർ ആണെങ്കിലും വിൻ്റർ ആണെങ്കിലും എന്താണെങ്കിലും കയ്യിൽ ഒരു കുടയെങ്കിലും കരുതുക. കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ്. എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം. സോൾട്ട് മൈൻ കാണാൻ വേണ്ടി റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് മണിക്കൂർ ഒന്നായെങ്കിലും ഇതുവരെ അവിടെ എത്താത്തതിന്റെ റീസൺ നമ്മുടെ ചുറ്റുവട്ടവും ഈ കാണുന്ന ഭംഗിയുള്ള ലൊക്കേഷൻസ് ആണ് കേട്ടോ. ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും അവിടെയുള്ള ഭംഗിയുള്ള ലൊക്കേഷൻസ് കാണുമ്പോൾ അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോസും എടുത്ത് അങ്ങനെ സമയം പൊക്കോണ്ടേയിരിക്കുമായിരുന്നു. ശരിക്കും നമ്മൾ അവിടെ ഇവിടെയും നോക്കി നിന്ന് സമയം കളയാതെ കറക്റ്റായിട്ട് സോൾട്ട് മൈനിലേക്ക് തന്നെ നേരെ പോയിരുന്നെങ്കിൽ നമ്മൾ എടുത്ത റൂമിൽ നിന്നും ശരിക്കും ഒരു 10 to 15 മിനിറ്റ്സ് മാക്സിമം നമുക്ക് നടക്കാനേ ഉണ്ടാവുള്ളൂ കേട്ടോ. നിങ്ങൾ എൻ്റെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ വീട് ശ്രദ്ധിച്ചോ? ഒട്ടുമിക്ക ഹോൾസ്റ്റാറ്റിൻ്റെ യൂട്യൂബ് ബ്ലോഗുകളിലും ഞാൻ കാണുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളൊരു വീടാണ് കേട്ടോ ഇത്. ഈ വീട്ടിൽ ഈ പടർന്ന് പിടിച്ചിരിക്കുന്നത് ഒരു പെയർ ട്രീ ആണ്. ഞാൻ എപ്പോഴും ഈ വീട് കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുള്ള ഒരു കാര്യമാണ്, ഈ വീട്ടുകാർക്ക് എന്ത് സുഖമാണല്ലേ, രാവിലെ എണീക്കുക, ജനൽ തുറക്കുക, ഒരു പെയർ പൊട്ടിക്കുക, കഴിക്കുക.
ഹോൾസ്റ്റാറ്റിൽ നിന്നല്ല, പൊതുവെ യൂറോപ്പിലെ എല്ലാ വീടുകളിലും ഒരു ആപ്പിൾ ട്രീയോ ഒരു ഓറഞ്ച് ട്രീയോ അല്ലെങ്കിൽ ഒരു പെയർ ട്രീയോ ഒക്കെ എല്ലാവരും തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ശ്രീയോട് പറയാറുള്ള ഒരു കാര്യമാണ്, ഞങ്ങൾ ഈവനിങ് വാക്സിനൊക്കെ ഞങ്ങൾ ജർമ്മനിയിൽ പോകുന്ന സമയത്ത് ഒട്ടുമിക്ക വീടുകളിലും തന്നെ ആപ്പിൾ ട്രീയും ഓറഞ്ച് ട്രീയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ നടന്ന് ഹോൾസ്റ്റാറ്റിൻ്റെ ബസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളിത് ബസ് നമ്പർ 543 അവിടെ നിർത്തിയിട്ടിരിക്കുന്ന കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ബസ്സിനാണ് ഹോൾസ്റ്റാറ്റിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ലൊക്കേഷനിലാണ് കേട്ടോ അവർ നമ്മളെ കൊണ്ടുവന്നിറക്കുന്നത്. ഈ ലൊക്കേഷനിൽ വന്നിറങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സോൾട്ട് മൈൻ കാണാൻ വരാനായിട്ട് ഭയങ്കര ഈസിയാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമുക്ക് സോൾട്ട് മൈനിലേക്ക് പോകാനുള്ള വഴിയുള്ളത്. പക്ഷെ നമ്മൾ റൂം എടുത്തിരിക്കുന്ന സ്ഥലത്താണ് ശരിക്കും പറഞ്ഞാൽ ഹോൾസ്റ്റാറ്റിൻ്റെ മേജറായിട്ടുള്ള ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതും നിങ്ങൾക്ക് ഭയങ്കര ഈസിയാണ്. ഇവിടെ ബസ് ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു 10 minutes to 15 minutes ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നടക്കാനുള്ള ദൂരമേ ആ പറയുന്ന സ്ഥലത്തേക്കുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നേരിട്ട് സോൾട്ട് മൈനിലേക്കാണ് പോകേണ്ടത് എന്നുണ്ടെങ്കിലും ഭയങ്കര എളുപ്പമാണ്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടും ഇങ്ങോട്ട് വന്നിറങ്ങിയവരും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ദാ ഇവിടെ ഒരു ബോട്ട് നിർത്തിയിട്ടിട്ടുണ്ട്. ഇതുപോലെ ഹോൾസ്റ്റാറ്റിനെ ചുറ്റിക്കാണിക്കാനായിട്ട് ഒരുപാട് ബോട്ടുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഏകദേശം 1 മണിക്കൂറിന് 16 to 20 euros ഒക്കെ വരെയാണ് ഈ ബോട്ടുകളെല്ലാം ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹോൾസ്റ്റാറ്റ് ലേക്ക് മൊത്തം ചുറ്റിക്കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ടൂറിസ്റ്റ് ബോട്ടുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതുപോലത്തെ വലിയ ബോട്ടുകളല്ലാതെ ചെറിയ കുട്ടി പെഡൽ ബോട്ട്സുകളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അത് നിങ്ങൾക്ക് അത്യാവശ്യം നീന്താൻ അറിയാവുന്നവർ എടുക്കാനായിട്ടേ ഞാൻ പറയത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം റിസ്കിൽ തന്നെ ആ ബോട്ടും കൊണ്ട് പോകേണ്ടി വരും. അപ്പോൾ ദാ ഈ കാണുന്ന മല കണ്ടില്ലേ, ഇതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ നമ്മളുടെ സോൾട്ട് മൈൻ ഉള്ളത്. നമ്മളൊരു ഫ്യൂണിക്കുലർ റൈഡ് എടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ ദാ ഈ കാണുന്ന വഴി നേരെ നടന്ന് ചെല്ലുമ്പോഴാണ് ഈ സോൾട്ട് മൈൻ്റെ ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടർ ഉണ്ടാവുക. അവിടെ ചെന്നിട്ട് ഞാൻ അതിൻ്റെ ടിക്കറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നിങ്ങളോട് പറയാം കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ സോൾട്ട് മൈനിലേക്ക് പോകാനായിട്ടുള്ള വഴിയുടെ ഫ്യൂണിക്കുലർ റൈഡ് എടുക്കുന്നതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റീപ്പാണ്. ഹൈറ്റ് അത്യാവശ്യം പേടിയുള്ള ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തേക്കാം. പക്ഷേ എങ്കിലും നിങ്ങളിത് മസ്റ്റായിട്ട് എടുക്കാൻ ഞാൻ പറയും, കാരണം ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് മോളിൽ കയറിയിട്ട് ബാക്കി നോക്കാം കേട്ടോ. നമ്മളെടുത്ത ഫ്യൂണിക്കുലർ റൈഡിന് ഇവരിവിടെ 2 ഓപ്ഷൻസ് ആണ് കേട്ടോ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ഫ്യൂണിക്കുലറിൽ അപ്പ് ആൻഡ് ഡൗൺ പോയി 1 hourനുള്ളിൽ തിരിച്ചു വരിക. അതായത് സ്കൈ വാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ. അതും കൂടി ഇതിൻ്റെ മുകളിൽ ചെന്ന് വിസിറ്റ് ചെയ്ത് 1 hourനുള്ളിൽ ഈ അപ്പ് ആൻഡ് ഡൗൺ ഫ്യൂണിക്കുലറിൽ തിരിച്ചു വരുന്നതിന് 24 euro ആണ് ഇവരിവിടെ ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് സോൾട്ട് മൈനും കൂടെ മുകളിൽ ചെന്ന് വിസിറ്റ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 43 euros ആണ് കേട്ടോ ഇവരിവിടെ ചാർജ് ചെയ്യുന്നത്. ആ 43 euro ടിക്കറ്റാണ് രണ്ടാമത്തെ ഓപ്ഷൻ. അതിൽ ഇവർ 3 കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. 2 സൈഡിലേക്കുള്ള ഫ്യൂണിക്കുലർ റൈഡും അതുപോലെ തന്നെ സ്കൈ വാക്കിന്റെ സൈഡും പിന്നെ അതുകൂടാതെ സോൾട്ട് മൈനും. ഇത്രയും കാര്യങ്ങൾ 2.5 മണിക്കൂറിൽ കണ്ടിട്ട് വരുന്നതിന് ഇവർ ചാർജ് ചെയ്യുന്നതാണ് ഈ കാണുന്ന 43 euro ഒരാൾക്ക്. ഞങ്ങൾ ഈ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അവിടെ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ 24 യൂറോയുടെ ടിക്കറ്റാണ് എടുത്തത്. മുകളിൽ സോൾട്ട് മൈൻ്റെ അവിടെ ചെന്ന് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ സോൾട്ട് മൈൻ്റെ അകം കാണാനായിട്ടുള്ള ടിക്കറ്റ് എടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെയും ഇവിടെ നിന്ന് ടിക്കറ്റ്സ് എടുക്കാൻ പറ്റും. ഏകദേശം ഒരു 20 minutes അടുപ്പിച്ച് ഞങ്ങൾ ഇവിടെ ക്യൂ നിന്നിട്ടുണ്ടാവും കേട്ടോ. അതിനുശേഷമാണ് ദാ ഫ്യൂണിക്കുലർ മുകളിലേക്ക് പൊങ്ങി തുടങ്ങിയത്. എന്തായാലും നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ഇത്. നല്ല വെർത്താണ്. ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ വന്നാലും നമുക്ക് വെർത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ വ്യൂ കാണുക എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈറ്റ്സ് പേടിയുള്ളവർക്ക് ഒരു ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നും. എങ്കിലും നമുക്ക് ഈ ഭംഗിയുള്ള സ്ഥലം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതൊന്നും ഓർക്കില്ല കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സോൾട്ട് മൈൻ വിസിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വരുന്ന സമയത്ത് കുറച്ച് രാവിലെ വരാൻ നോക്കുക. ഇത് ഏകദേശം 10 o'clock മുന്നേ ഇത് ഇവിടെ തുറക്കും എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. പക്ഷെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഓരോ സ്ഥലത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും സമയം വൈകിയതുകൊണ്ടാണ് നമുക്ക് 20 minutes അടുപ്പിച്ച് ക്യൂ നിൽക്കേണ്ടി വന്നത്. പക്ഷെ രാവിലെ നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ടിക്കറ്റ്സ് കിട്ടാനും നേരത്തെ കയറി പോരാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ. അതുപോലെ വൈകിട്ട് 5:30 ശേഷം ഇവരിതിൻ്റെ മുകളിലേക്ക് ആളെ കയറ്റി വിടുന്നതല്ല. അപ്പോൾ വരുമ്പോൾ എപ്പോഴും അതിന് മുന്നേ വരാനായിട്ട് ശ്രമിക്കുക.
നമ്മുടെ ഫ്യൂനിക്കുലർ റൈഡെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. മുകളിൽ എത്തിയ ഉടനെ തന്നെ നമ്മൾ കാണുന്ന ഒരു വ്യൂ ആണിത്. നമ്മുടെ ഹോൾസ്റ്റാറ്റ് ലേക്കിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വ്യൂ ആണിത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഹോൾസ്റ്റാറ്റ് മുഴുവനും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയത്. നമ്മളിനി ഇവിടെ നിന്ന് സോൾട്ട് മൈൻ്റെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് നമുക്ക് വീണ്ടും കുറച്ചും കൂടെ ഹൈക്ക് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സോൾട്ട് മൈൻ്റെ അവിടെ എത്താൻ പറ്റുള്ളൂ. ഈ മല മുഴുവനും നടന്ന് കയറുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ ശരിക്കും ഫ്യൂനിക്കുലർ റൈഡ് എടുത്തു കഴിഞ്ഞ് വന്നിട്ടും ഈ ഹൈക്കിംഗ് ഉള്ള ഭാഗം നടക്കാൻ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം താഴേന്ന് ഈ മല മൊത്തം നടന്ന് കയറി വരുന്ന ആൾക്കാരുടെ സ്റ്റാമിനെ പറ്റി ഞാൻ ആലോചിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറച്ചധികം ദൂരം തന്നെ ശരിക്കും ഈ ഫ്യൂനിക്കുലർ റൈഡ് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് നമ്മുടെ സോൾട്ട് മൈൻ്റെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഉണ്ട്. നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ ആയിട്ട് കാണുന്ന ആ ഒരു ബ്രിഡ്ജ് കണ്ടില്ലേ, അതാണ് സ്കൈ വാക്കിൻ്റെ സെക്ഷൻ കേട്ടോ. നമ്മൾ ആദ്യം സോൾട്ട് മൈനിലേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് ഈ സ്കൈ വാക്കിന്റെ സ്ഥലവും കൂടി ഒന്ന് കാണാൻ കയറാം. ഈ ഹൈക്കിങ്ങിൻ്റെ ഇടയ്ക്ക് നടന്ന് തളർന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് മലയിൽ നിന്ന് വരുന്ന വെള്ളം ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ചെറിയൊരു പൈപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വെള്ളം കുടിക്കാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ നമ്മൾ നടന്ന് സോൾട്ട് മൈൻ്റെ ഈ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിൻ്റെ അകത്ത് ചെന്നിട്ട് ഇവരിവിടെ നിന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ മുകളിൽ തന്നെ നമുക്കൊരു ഷർട്ടും ഒരു പാൻസുമാണ് ഇവർ തരുന്നത്. അതിട്ടിട്ട് വേണം നമ്മൾ അകത്തേക്ക് കയറാനായിട്ട്. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന എമൗണ്ടിൻ്റെ അകത്ത് നമുക്ക് ഒരു ഗൈഡിനെ ഇവർ ഇൻക്ലൂഡഡ് ആണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ ആളും കൂടെ നമ്മളെല്ലാവരും കൂടെ എത്തിയതിന് ശേഷം, അതായത് ഒരു ടീം മൊത്തം എത്തിയതിന് ശേഷം ഇവർ ആ ആളെ കൂടി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് പിന്നെ ഈ പറയുന്ന വ്യക്തിയാണ് നമ്മളെ അതിൻ്റെ അകത്ത് മുഴുവനായിട്ട് കാണിക്കുന്നത്. ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നേരെ നോക്കിയപ്പോൾ ഇവിടെ ഒരു ആപ്പിൾ ട്രീ ഈ കാണുന്ന ബിൽഡിങ്ങിൽ പടർന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. നമ്മളപ്പോൾ ഇവർ തന്നിരിക്കുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ഗൈഡ് കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ഇവിടെ വരും. അപ്പോൾ നമ്മൾ ആളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അകത്തോട്ട് കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങും കേട്ടോ. ഈ കാണുന്ന ബ്ലാക്ക് തൊപ്പി വെച്ചിട്ടുള്ള ഈ പെൺകുട്ടിയാണ് കേട്ടോ നമ്മുടെ ഗൈഡ്. പുള്ളിക്കാരിയാണ് നമ്മളെ ഇന്ന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോൾട്ട് മൈൻ്റെ എൻട്രൻസിൻ്റെ അടുത്തോട്ട് എത്താറായപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. നമ്മളുടെ ഗൈഡ് വന്നതിന് ശേഷം പുള്ളിക്കാരി നമുക്ക് ഈ സോൾട്ട് മൈനിനെ പറ്റിയുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നായിരുന്നു. ഇതിൻ്റെ അകത്ത് ഏകദേശം നമുക്ക് 2 മണിക്കൂർ അടുപ്പിച്ച് കാണാനുള്ള കാര്യങ്ങളുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ അത്യാവശ്യം എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇതിൻ്റെ കുറേ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല. എങ്കിലും കുറേ വർഷങ്ങൾക്ക് മുന്നേ തൊട്ട് ഇവരിത് ഉപയോഗിക്കുന്ന ഒരു സോൾട്ട് മൈനാണ്. ഇപ്പോഴും ഇത് ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സോൾട്ട് മൈനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം.
standing inside the so-called Haselgebirge. There's sadly no English translation, but Haselgebirge means for you that everything that seems to be wet up his shiny is actually salt. And if you're brave enough, you can lick the walls from now on. Ja, selbstverständlich haben wir dann auch schon die erste Station erreicht, und zwar die Bergmannsrutschen. Die wurden tatsächlich früher von den Bergleuten genutzt, um schneller und besser von einem... നിങ്ങളിപ്പോൾ അവസാനം കേട്ടത് ജർമ്മനാണ് കേട്ടോ. പിന്നെ അതിന് മുന്നേ പുള്ളിക്കാരി ഇംഗ്ലീഷിലും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. 2 ഭാഷയിലാണ് പുള്ളിക്കാരി ഇവിടെ ഇതെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റെഡ് കളറിൽ കാണുന്ന ബൾബില്ലേ, അവിടെ നിന്ന് താഴേക്ക് ഇതായി കാണുന്നത് പോലെ ഒരു സ്ലൈഡിങ് സംഭവമാണ് ഉള്ളത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ സ്ലൈഡ് ചെയ്തിട്ടാണ് ഇനി താഴേക്ക് എത്തുന്നത്. പണ്ടത്തെ കാലത്ത് നടന്നു പോയിട്ട് ഈ സോൾട്ട് മൈൻ്റെ അത് ടൈം കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ടെക്നിക്കാണ് കേട്ടോ ഇത്. എന്തായാലും ഇതൊരു ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നേ. ഇനി സ്ലൈഡ് ചെയ്തിറങ്ങാനായിട്ട് പേടിയുള്ള ആൾക്കാർക്ക് ഇവർ ഇതിൻ്റെ സൈഡിൽ തന്നെയായിട്ട് സ്റ്റെപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിൽ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നടന്നിറങ്ങുകയും ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് വേറെ കുറേ കാഴ്ചകളൊക്കെയാണ് കാണാൻ പോകുന്നത്. സോൾട്ട് മൈൻ്റെ പല പല ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ ഡിജിറ്റലി ഇവരിവിടെ കുറേ സ്ക്രീനുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പണ്ട് കാലത്ത് ഇവിടെ എന്താണ് സംഭവിച്ചിരുന്നതെന്നുള്ളത് കറക്റ്റായിട്ട് ഇവർ സ്ക്രീനിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ഇതുപോലെ അങ്ങനെ ഏകദേശം 2 മണിക്കൂർ എടുത്ത് ഞങ്ങൾ ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ മൊത്തം കണ്ടിട്ട് ഇപ്പോൾ പുറത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതുപോലത്തെ ഒരു ട്രെയിൻ പോലത്തെ ഒരു സംഭവത്തിലാണ് ഇവർ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് എത്തിക്കുന്നത്. എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഹോൾസ്റ്റാറ്റ് വിസിറ്റ് ചെയ്യുന്ന എല്ലാവരും മസ്റ്റായിട്ട് സോൾട്ട് മൈൻ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക കേട്ടോ. നമ്മൾ സോൾട്ട് മൈനിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു സ്കൈ വാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്. ജസ്റ്റ് ഒരു വ്യൂ പോയിൻ്റാണ്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹോൾസ്റ്റാറ്റ് മൊത്തം കാണാൻ പറ്റും. അപ്പോൾ ആ വ്യൂ പോയിൻ്റ് കൂടി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. ഇപ്പം ആക്ച്വലി നല്ലതല്ല, എന്നാലും അത്യാവശ്യം മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടി വരുന്നുണ്ട് കേട്ടോ മഴ. അപ്പോൾ ഞങ്ങൾ വേഗം താഴോട്ട് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ സ്കൈ വാക്കിൻ്റെ സ്ഥലത്തെത്തിയിട്ട് നിങ്ങൾ ബാക്കി കാണിക്കാം കേട്ടോ. നമ്മൾ സ്കൈ വാക്ക് കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നല്ല മഴയായത് കാരണം മൊത്തം മേഘം മൂടിപ്പോയി. ഈ കാണുന്ന പോയിന്റിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോൾസ്റ്റാറ്റ് ശരിക്കും പറഞ്ഞാൽ മുഴുവൻ കാണുമായിരുന്നു. പക്ഷെ ഇപ്പോൾ കണ്ടില്ലേ, ആൽപ്സ് മൗണ്ടെയിൻ വരെ ഫുള്ളായിട്ട് പുകയെടുത്ത് പോയിരിക്കുന്ന പോലെ ഇരിക്കുവാണ്. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുവാണ് കുറച്ച് നേരം നിന്നിട്ട് മഴ മാറുമെങ്കിൽ. പക്ഷെ എന്നാലും സ്കൈ ഇത്ര പെട്ടെന്ന് ക്ലിയർ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല കോടമഞ്ഞ് എടുത്ത് നിൽക്കുകയാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫേർണക്കുലർ റൈഡിൻ്റെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തേക്കണോണ്ട് അത് വെച്ചിട്ട് മാത്രമേ നമുക്ക് ഈ സ്കൈ വാക്കിൻ്റെ സെക്ഷൻ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് റൂമിൽ പോയി നമ്മൾ മഴയൊക്കെ മാറിയിട്ട് വരാമെന്ന് വിചാരിച്ചാലും രണ്ടാമത് നമ്മൾ ടിക്കറ്റിന് പൈസ എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫേർണക്കുലർ റൈഡ് മാത്രം എടുക്കുകയാണെങ്കിൽ പോലും 2 പേർക്ക് 24 യൂറോ അടുപ്പിച്ച് വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ രണ്ടാമത് വരൽ പോസിബിൾ അല്ല. നമ്മൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്ത് നോക്കും. മഴ മാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്തായാലും തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. പോയിട്ട് നമ്മളൊരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ വീണ്ടും 10 മിനിറ്റ് അല്ല, കുറച്ചൊരു 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങും. ഇപ്പോൾ ലഞ്ച് ടൈം ആയിട്ടുണ്ട്. സമയം 12 മണി 12:30 ആ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി റൂമിൽ പോയി റെസ്റ്റ് എടുത്ത് എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ ഞാൻ കാണിക്കാം കേട്ടോ. സോൾട്ട് മൈനിൽ നിന്ന് വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഞാൻ നിങ്ങളെ ജസ്റ്റ് വന്ന സ്ഥലം ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ വന്നത്. എൻ്റെ ചെവിയൊക്കെ നല്ല രീതിയിൽ അടഞ്ഞിരിക്കുവാണ്, കാരണം ഇപ്പം നല്ല മഴയാണ്. മുകളിൽ നിന്ന് നല്ല മഴയായിരുന്നു. ഞാൻ അത്യാവശ്യം നന്നായിട്ട് നനഞ്ഞിട്ടു. ശ്രീയും നന്നായിട്ട് നനഞ്ഞിട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അതിൻ്റെ പുറത്ത് തന്നെ ഇവിടെ ഒരു ഹോട്ട് ഡോഗിൻ്റെ കടയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് 2 ബർഗർ കഴിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. സമയം ഇപ്പോൾ ഏകദേശം 1:30 ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ കഴിച്ചിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് പോവുകയാണേ. ഗൈസ്, അപ്പോൾ നമ്മൾ റൂമിൽ വന്ന ഒരു ഏകദേശം 1 മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് മഴ ഒന്ന് ചെറുതായിട്ട് കുറയാൻ വേണ്ടി വെയിറ്റ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്, എന്നാലും ഭയങ്കര വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമ്മളിത് കഴിഞ്ഞിട്ട് ബോൺ ചാപ്പൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാപ്പലുണ്ട് ഇവിടെ. അതൊന്ന് കാണാൻ വേണ്ടി പോകാട്ടോ. അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഹോൾസ്റ്റാറ്റിൽ പണ്ട് താമസിച്ചിരുന്ന ആൾക്കാർ, അതായത് ഇവിടുത്തെ വില്ലേജിലുള്ള ആൾക്കാരുടെ തന്നെ മരിച്ചു കഴിഞ്ഞിട്ട് അവരുടെ സ്കള്ളുകൾ ഇവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ആ സ്കള്ളിൽ ഇവരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ. എന്തായാലും നമുക്ക് ഇറങ്ങാം.
നമ്മൾ ബോൺ ചാപ്പലിലേക്ക് പോകുന്ന വഴിയിൽ തന്നെയാട്ടോ ഈ ഹോൾസ്റ്റാറ്റിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഈ പള്ളി ഇവിടെ ഉള്ളത്. പോസ്റ്റ് കാർഡിലൊക്കെ കാണുന്ന ആ പള്ളി ഉള്ളത്. അപ്പോൾ നമ്മൾ എന്തായാലും ആ പള്ളിയിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ പള്ളിയിൽ കയറിയതിന് ശേഷം നമുക്ക് ബോൺ ചാപ്പലിൻ്റെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആദ്യം ഇവിടെ ഒന്ന് കയറി പ്രാർത്ഥിക്കാൻ കയറിട്ടോ. നമ്മൾ ബോൺ ചാപ്പലിലോട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. മഴയ്ക്ക് ഒരു കുറവുമില്ല. ഞാൻ പുറത്തിറങ്ങി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് മനസ്സിലായത് മഴ കൂടിക്കൊണ്ടിരിക്കുകയാണ്, കുറയുന്നില്ല എന്നുള്ളത്. നമുക്കെന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ നടന്ന് ബോൺ ചാപ്പലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന പള്ളിയുടെ സിമെട്രിയുടെ മുകൾ ഭാഗത്തായിട്ടാണ് ഈ പറയുന്ന ബോൺ ചാപ്പൽ ഉള്ളത്. അപ്പോൾ ആദ്യം ഞങ്ങൾ ഈ കാണുന്ന പള്ളിയിൽ ഒന്ന് ആദ്യം കയറി പ്രാർത്ഥിച്ചതിന് ശേഷം മറ്റേ ബോൺ ചാപ്പൽ കാണാനായിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ആദ്യം കുറച്ച് ചുറ്റിക്കറങ്ങിയായിരുന്നു, വഴി മനസ്സിലാവാതെ. കാരണം ഈ ചാപ്പലിൻ്റെ അകത്ത് വന്നപ്പോൾ നമ്മൾ ഈ പള്ളിയാണ് കണ്ടിട്ട് പോയത്. പക്ഷേ അപ്പോഴും നമുക്ക് ബോൺ ചാപ്പൽ എവിടെയാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും കുറച്ചും കൂടെ ഇങ്ങനെ നടക്കേണ്ടി വന്നു. ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ ഭയങ്കര അടിപൊളിയാട്ടോ. ഞങ്ങൾ എന്തോരം ഇതേപോലത്തെ കുറേ കുട്ടി വഴികളിൽ കൂടെ പോയെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല, വഴിതെറ്റി. പക്ഷെ എല്ലാ വഴികളും ഒന്നിനൊന്നിന് മനോഹരമായിരുന്നു കാണാനായിട്ട്. എന്തായാലും ഞങ്ങൾ കുറേ കയറ്റങ്ങളൊക്കെ കയറിയെങ്കിലും കുറേ വഴികളൊക്കെ കണ്ട് അവിടുത്തെ ഭംഗികളൊക്കെ ആസ്വദിച്ചാണ് ഞങ്ങൾ ഈ പറയുന്ന കറക്റ്റ് എക്സാക്റ്റ് ലൊക്കേഷനിലേക്ക് എത്തിച്ചേർന്നത്. ഈ പള്ളിയുടെ സിമിത്തേരി കാണാനായിട്ട് ഭയങ്കര തന്നെ സൂപ്പറായിരുന്നു കേട്ടോ. കാരണം ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരുന്നു ഇവരിവിടെ വെച്ചിരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ സിമിട്രിയിൽ ഓരോന്നിൻ്റെയും ഇങ്ങനത്തെ ഒരു വീട് പോലത്തെ സംഭവം ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടല്ലേ, നെയിം ബോർഡ്. ആ നെയിം ബോർഡ് ഭയങ്കര അടിപൊളിയായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ലൈക്ക് ഒരു കിളിക്കൂടിൻ്റെ ഒക്കെ പോലത്തെ ഒരു ഷേപ്പിൽ അത്രയും സൂപ്പറായിട്ടാണ് ഇവർ ഇവിടുത്തെ സിമിട്രി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്.
കുറേ നടന്ന് വഴുതെറ്റി അവസാനം നമ്മൾ ആദ്യം വന്ന ആ പള്ളിയുടെ സിമെട്രിയുടെ അവിടെ തന്നെ എത്തി. ഇവിടെ തന്നെയാണ് ആക്ച്വലി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ബോൺ ചാപ്പൽ ഉള്ളത്. പിന്നെ ബോൺ ചാപ്പലിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം 6 മണിയാകുമ്പോൾ ഇത് ക്ലോസ് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ ഇവിടെ എത്താനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരാൾക്ക് 2 യൂറോ ആണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. ടിക്കറ്റ് നമുക്ക് ഈ ബോൺ ചാപ്പലിൻ്റെ പുറത്ത് തന്നെ ഒരു കൗണ്ടർ ഇട്ടിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്. പുള്ളിയുടെ കയ്യിൽ നിന്ന് നമുക്ക് 2 യൂറോ കൊടുത്ത് എടുക്കാവുന്നതേ ഉള്ളൂ. കാർഡ് എടുക്കില്ല എന്ന് തോന്നുന്നുണ്ട്. 2 യൂറോ നമ്മൾ എമൗണ്ട് ആയിട്ട് തന്നെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഈ കാണുന്നതാണ് നമ്മുടെ ബോൺ ചാപ്പൽ. ഇവിടെ ഇരിക്കുന്ന എല്ലാ തലയോട്ടികളും ഈ തൊട്ട് മുന്നേ നമ്മൾ കണ്ട സിമെട്രിന്ന് ഇവരെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് പേരെഴുതി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതായത് ഈ കാണുന്ന പള്ളിയിൽ മരിച്ചു പോകുന്ന ആൾക്കാരുടെ ഫാമിലി അത്യാവശ്യം റിച്ചൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിന്റെ തലയോട്ടികൾ ഇതുപോലെ സൂക്ഷിക്കാനായിട്ട് ഇവർ പൈസ കൊടുത്ത് ഇതുപോലെ സെറ്റ് ചെയ്ത് ഇവിടെ വെക്കും. അങ്ങനെയാണ് പണ്ട് കാലത്ത് ഇവിടെ ഇങ്ങനെ ഒരു ചാപ്പൽ ഉണ്ടായി വന്നത്. ഇതിന്റെ താഴ്ഭാഗത്തായിട്ട് ഇവരുടെ അസ്ഥികളും ഇവരിവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം 10 മിനിറ്റ് എടുത്ത് ബോൺ ചാപ്പലിലെ കാര്യങ്ങളൊക്കെ ആസ്വദിച്ചിട്ട് ദാ ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഗൈസ്, ഞങ്ങൾ രണ്ടുപേരും നനഞ്ഞിട്ട് പഞ്ചറായിട്ടുണ്ട്. കാരണം ഇന്നത്തെ ഫുൾ ഡേ ഉച്ചയ്ക്ക് ഏകദേശം ഒരു 2 മണി കഴിഞ്ഞപ്പോൾ തൊട്ട് 2 മണി ആയില്ല 1 മണി ആയപ്പോൾ തൊട്ട് തന്നെ നല്ല മഴയാണല്ലോ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ നിങ്ങളോട് ഓൾറെഡി. നമ്മൾ പക്ഷേ ബോൺ ചാപ്പലിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പ്ലാനൊന്നും നമ്മൾ മാറ്റിയില്ല. നമ്മൾ ഹോൾസ്റ്റാറിൻ്റെ മെയിൻ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അത് കണ്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര നഷ്ടമായി പോകും. അപ്പോൾ അത് കാരണം അത് ജസ്റ്റ് ഒന്ന് കാണാൻ ഇറങ്ങിയതാണ്. എൻ്റെ മുടിയും ഇതുമൊക്കെ മൊത്തം നനഞ്ഞു നല്ല കോലത്തിലായിട്ടുണ്ട് എനിക്കറിയാം. പക്ഷെ നമ്മൾ കാണേണ്ട സ്ഥലങ്ങളെല്ലാം കാണണം. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി പോവാണ്. ശ്രീക്ക് എന്താ പറയാനുള്ളത് ഇന്നത്തെ ദിവസത്തെ പറ്റി? മഴയത് കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇന്നത്തെ ദിവസം കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ സോൾട്ട് മൈനിൽ പോകുന്നത് വരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങോട്ട് പോകുന്നത് വരെ തിരിച്ചിറങ്ങിയപ്പോൾ തുടങ്ങിയ മഴയാണ്. ഇതുവരെ മഴ നിന്നിട്ടില്ല. പക്ഷെ നമുക്ക് ഈ ഹോൾസ്റ്റാറ്റിൻ്റെ മഴ പെയ്യുന്ന സമയത്തുള്ളൊരു ബ്യൂട്ടിയും കൂടെ ആസ്വദിക്കാൻ പറ്റി. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഫോട്ടോസ് ഒന്നും പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയില്ല. നല്ല മഴയാണ്. നാളെയും ഞങ്ങൾ രാവിലെ തിരിച്ച് പോവുകയാണ് സാൽസ്ബർഗിലേക്ക്. നാളെ ഒരു ദിവസം മുഴുവൻ നമ്മൾ സാൽസ്ബർഗിലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ നല്ല ഫോട്ടോസ് എന്തെങ്കിലും ഇനി ഇവിടെ നിന്ന് കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വ്യൂ പോയിന്റ് കാണാൻ പോയി പോട്ടോ. ദാ ഈ കാണുന്നതാണ് നമ്മുടെ ഹോൾസ്റ്റാറ്റിൻ്റെ പോസ്റ്റ് കാർഡിലൊക്കെ കാണുന്ന വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഫൈനലി ഇതും കൂടെ കണ്ടിട്ടുണ്ട്. നല്ല കോരിച്ചൊരിയുന്ന മഴയാണ്. എന്തായാലും ഇന്നത്തെ ദിവസം ഉച്ച കഴിഞ്ഞിട്ട് കംപ്ലീറ്റ്ലി മഴയാണ്. ഇന്നലെയും നമ്മളിവിടെ വന്നിറങ്ങിയത് ഈവനിങ്ങോടുകൂടി ആയതുകൊണ്ട് ആ സമയത്തും മഴയായിരുന്നു. അപ്പോൾ എന്തായാലും ദാ ഈ വ്യൂ പോയിന്റും കൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളപ്പോൾ അതേ മഴയൊക്കെ കൊണ്ട് വ്യൂ പോയിന്റിൽ നിന്ന് വ്യൂ ഒക്കെ ആസ്വദിച്ചിട്ട് നിൽക്കുകയാണ്. ഇനി നമുക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല കേട്ടോ. നമ്മളിവിടെ ഉള്ള അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആകെ ഒരു വിഷമമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഫോട്ടോ ഒന്നും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം ഇന്നലെ വൈകിട്ട് തൊട്ട് തുടങ്ങിയ ഒരു മഴയാണ്. ഇന്ന് രാവിലെ ആകെ ഒരു ഉച്ച വരെയാണ് മഴയില്ലാതിരുന്നത്. അതിന് ശേഷം തുടങ്ങിയ മഴയാണ്. കണ്ടിന്യൂസ് മഴയായിരുന്നു. നമുക്ക് പ്രത്യേകിച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒന്നും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയില്ല. സ്ഥലത്തിൻ്റെ കുറേ ഫോട്ടോസ് എടുത്തു. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ അങ്ങനെ അധികം ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്തായാലും നാളത്തെ രാവിലത്തെ കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് സാൽസ്ബർഗിലേക്ക് പോവുകയാണ്. പിന്നെ സാൽസ്ബർഗ് ഒരു ദിവസം വൈകുന്നേരം വരെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഈവനിങ് ഒരു 9:45 ഒക്കെ ആവുമ്പോഴാണ് നമുക്ക് ഫ്ലൈറ്റ് സാൽസ്ബർഗ് ടു നമ്മളുടെ ഡ്യൂസൽഡോർഫ്. അവിടെ നിന്ന് നമ്മൾ തിരിച്ച് പാഡർബോണിലേക്ക് പോവും. അതാണ് നമ്മുടെ പ്ലാൻ. ഇപ്പോൾ നമ്മൾ എന്തായാലും റൂമിലേക്ക് പോവുകയാണ്. വൈകിട്ട് ചിലപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു കബാബ് ഷോപ്പിൽ പോവുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിലേക്ക് തന്നെ പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്, മഴ നിൽക്കാത്തത് കൊണ്ട്. അപ്പോൾ ശരി. ഫോട്ടോ പോയിന്റിൻ്റെ അവിടെ എത്തി. അത്യാവശ്യം ഫോട്ടോ പോയിൻ്റ് അവിടെ മഴയായിട്ട് പോലും നിറച്ച ആൾക്കാരുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു നാളെ തിരിച്ചു പോകുന്ന ആൾക്കാർക്കൊക്കെ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമായിരിക്കും. അപ്പം അതുകൊണ്ടാണ് എല്ലാവരും ഈ മഴയായിട്ട് പോലും ഇവിടെ വരുന്നത്. ഇവിടെയാണ് ഈ കാണുന്ന സംഭവം.
നമ്മൾ കുറച്ച് നേരം കൂടി ഈ പോയിന്റിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ മഴയുള്ളത് കാരണം നമുക്ക് ട്രൈപോഡ് വെച്ചിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവരോട് പറഞ്ഞ് ഫോട്ടോ എടുപ്പിച്ചിട്ട് പോലും നമുക്ക് അങ്ങോട്ട് അത്രയും സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടായിരുന്നില്ല. മഴയില്ലായിരുന്നെങ്കിൽ നമുക്ക് ട്രൈപോഡ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് തന്നെ സെൽഫായിട്ട് നോക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റും. പക്ഷേ ഇത് മഴയുള്ളത് കൊണ്ട് നമുക്ക് വേറെ ഒരു വഴിയില്ലാത്തത് കൊണ്ട് നമ്മൾ ഫോട്ടോ എടുക്കുക എന്നുള്ള, അതായത് വ്യൂ പോയിന്റിൽ നിന്നുള്ള ഫോട്ടോ എടുക്കുക എന്നുള്ള പ്ലാൻ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങളിതേ തിരിച്ച് റൂമിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന വഴി കുറച്ച് ഷോപ്പുകളിൽ കയറിയിട്ട് സുവനീർസ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. സുവനീർസ് എല്ലാം പർച്ചേസ് ചെയ്തതിന് ശേഷം റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രിയിലത്തേക്ക് ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇപ്പോൾ യൂറോപ്പിൽ സമ്മർ ആയതുകൊണ്ടാണ് കേട്ടോ 7 മണിയൊക്കെ ആയിട്ടും ഇതുപോലെ നല്ല വെളിച്ചമുള്ളത്. എന്തായാലും നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് റൂമിൽ പോയി നല്ല രീതിയിൽ റെസ്റ്റ് എടുത്തിട്ട് നാളെ രാവിലെ സാൽസ്ബുർഗിലേക്ക് പോവുകയാണ്. ഞാൻ എന്തായാലും റൂമിൽ ചെന്ന് കഴിഞ്ഞിട്ട് നാളെ രാവിലെ ഞാൻ നിങ്ങളെ ഒരു റൂം ടൂർ കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ശരി, റൂമിൽ ചെന്നിട്ട് കാണാം. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ രാവിലെ റൂം കാണിച്ചു തരാമെന്ന്. ദാ ഈ കാണുന്നതാണ് കേട്ടോ നമ്മളുടെ റൂം. ഇതിലേത് ഇങ്ങോട്ട് കയറി വരുന്ന ഭാഗമാണ് നിങ്ങൾ തൊട്ട് മുന്നേ കണ്ടത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് ബാൽക്കണി ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് നേരെ ആൽപ്സ് മൗണ്ടെയിൻ കാണാൻ പറ്റും. പക്ഷെ മഴയായതുകൊണ്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയില്ല. ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ബെഡ്റൂം കാണാം. ബെഡ്റൂമിൻ്റെ അകത്ത് ഇവരോട് വാഷ് ബേസിൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ അതുകൂടാതെ ദാ ഈ സൈഡിലായിട്ടൊരു വിൻഡോ ഉണ്ട്. ഇത് തുറന്നാൽ നമുക്ക് പുറത്തേക്ക് ഇവിടെ നിന്നും ബാൽക്കണിയിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും. വാഷ്റൂം പിന്നെ നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് റൂമിൻ്റെ പുറത്തായിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ മൊത്തത്തിലുള്ള റൂം. നമ്മളപ്പോൾ ഹോൾസ്റ്റാറ്റിലെ പരിപാടികളൊക്കെ തീർത്ത് ഇന്ന് തിരിച്ച് സാൽസ്ബുർഗിലോട്ട് പോവാണ്. ഇന്നൊരു ദിവസം മുഴുവൻ നമ്മൾ സാൽസ്ബുർഗിലാണ്. വൈകുന്നേരം ഒരു 10 o'clock ഒക്കെ 9:45 അല്ലേ ഏട്ടാ, ആ ടൈമൊക്കെ ആവാറാവുമ്പോഴാണ് നമുക്ക് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പം നമ്മൾ അതുവരെ സാൽസ്ബുർഗിൽ സ്പെൻഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഹോൾസ്റ്റാറ്റിന് എന്തായാലും ടാറ്റ പറഞ്ഞ് നമ്മളിന്ന് ഇറങ്ങുകയാണ്. നല്ല മഴയുള്ള ദിവസമാണ്. ഞങ്ങൾ വന്ന അന്ന് തൊട്ട് തുടങ്ങിയ മഴയാണ്. പക്ഷെ നമുക്ക് സ്ഥലമെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഞങ്ങൾ മഴയാന്ന് പറഞ്ഞിട്ട് റൂമിലിരുന്ന് ടൈം കളഞ്ഞൊന്നുമില്ല. കുടയും പിടിച്ച് ഞങ്ങൾ എല്ലായിടത്തോട്ടും ഇറങ്ങി. പക്ഷെ എങ്കിലും വന്ന അന്നോട്ട് മഴ ആയതുകൊണ്ട് നമുക്ക് ഫോട്ടോഗ്രാഫ്സ് ഒന്നും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയില്ല. എന്നാലും സാരമില്ല, ഹോൾസ്റ്റാറ്റ് എന്തായാലും ഫുള്ളായിട്ട് കാണാൻ പറ്റി. നല്ല സന്തോഷമുണ്ട് അതിൽ. എന്തായാലും ഹോൾസ്റ്റാറ്റിനോട് നമുക്ക് ടാറ്റ പറഞ്ഞിട്ട് നമുക്ക് റൂമിൽ നിന്ന് ഇറങ്ങാം കേട്ടോ. നമ്മളപ്പോൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൂടി കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ താമസിച്ച ഈ 2 ദിവസത്തെയും നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളുടെ ഈ ഹോട്ടലിൽ നിന്ന് തന്നെയായിരുന്നു. നമ്മളുടെ റൂമിൻ്റെ എമൗണ്ടിനകത്ത് അത് ഇൻക്ലൂഡഡ് ആയിരുന്നു കേട്ടോ. ഒരു നോർമൽ യൂറോപ്യൻ സ്റ്റൈൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഈ ഹോട്ടലിൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഭാഗത്തേക്കാട്ടോ നമ്മളിപ്പോൾ ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ ഹോട്ടലിൻ്റെ ഒരു ബാക്ക് സൈഡിലുള്ള ഒരു ഗാർഡൻ പോലത്തെ സംഭവമാണ്. ഇത് ഭയങ്കര അടിപൊളിയാണ് കാണാനായിട്ട്. എന്താ പറയുക, ലീവ്സിൻ്റെ കളേഴ്സും ഒരു പിങ്ക് കളർ ട്രീ ഒക്കെ കണ്ടില്ലേ നിങ്ങൾ അവിടെ, ഭയങ്കര അടിപൊളിയാണ്. ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റിയൊരു ഏരിയയാണ്. ഞങ്ങളിവിടെ വന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. മഴയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരിവിടെ ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്തേനെ കേട്ടോ. പക്ഷെ മഴയുള്ളതുകൊണ്ട് നമ്മൾ അകത്തിരുന്നാണ് കഴിച്ചത്. നമ്മൾ ഈ കാണുന്ന ബ്രെഡും ബോയിൽഡ് എഗ്സും അതുപോലെ തന്നെ കേക്കും യോഗട്ടും കോഫിയും ഓറഞ്ച് ജ്യൂസും കട്ട് ഫ്രൂട്ട്സും ഒക്കെയാണ് കേട്ടോ എടുത്തത്. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. നമ്മുടെ ഫെറി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുവാണ്. ഫെറി വരാനായിട്ടൊരു 5 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പം ഞാൻ അത്രയും നേരം ഇവിടെ മഴ കൊള്ളാതെ ഇങ്ങോട്ട് നീങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഇവിടുത്തെ വീടുകളൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യായിരുന്നു. എല്ലാം എന്താ അടിപൊളിയാണെന്ന് അറിയോ കാണാനായിട്ട്. എല്ലാം പല കളേഴ്സിലുമാണ്. അതുപോലെ തന്നെ പഴയകാലത്തെ ഒരു ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാം ഭയങ്കര സൂപ്പറായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇതാ ഇവിടെ തന്നെയായിട്ട് ഒരു ATM ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് വരുമ്പോൾ പൈസ എടുക്കാതെ വന്നിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എമൗണ്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ എന്തായാലും ഈ വീടുകൾ ആസ്വദിച്ച് നിന്നതിന് ശേഷം നമുക്ക് ഫെറിയിലേക്ക് കയറാം. അങ്ങനെ നമ്മൾ നമ്മുടെ ഫെറി വന്നപ്പോൾ ആ ഹോൾസ്റ്റാറ്റിൽ നിന്ന് നമ്മൾ തിരിച്ച് സാൽസ്ബുർഗിലേക്ക് പോവുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ പോകാൻ നേരത്ത് ഭയങ്കരമായിട്ടൊരു വിഷമം വരുന്നുണ്ടായിരുന്നു. കാരണം
അത്രയും ഭംഗിയുള്ളൊരു സ്ഥലം. ഇവിടെ ജനിച്ച് ജീവിക്കുന്നവർക്ക് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സീനറിയാണ് എല്ലാ ദിവസവും കാണാൻ കിട്ടുന്നത്. അത്രയും സൂപ്പറായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇനിയും ഇങ്ങോട്ടേക്ക് വരും എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. കാരണം നമുക്ക് ഇനിയും വരാമല്ലോ. നമ്മളെന്തായാലും തൊട്ടടുത്ത് തന്നെയാണ്, ജർമ്മനിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ഇനിയും ഈ സ്ഥലം വിസിറ്റ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ എന്തായാലും ഹോൾസ്റ്റാറ്റിന് ടാറ്റ പറഞ്ഞിട്ട് സാൽസ്ബുർഗിലേക്ക് യാത്ര ചെയ്യുകയാണെന്ന്. നമ്മൾ ഹോൾസ്റ്റാറ്റിൽ നിന്ന് ഫെറി വന്ന് ഇറങ്ങിയതും നമ്മൾ ട്രെയിൻ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 8:28 ആയപ്പോഴേക്കും നമ്മളിത് ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം 3-3.5 മണിക്കൂറത്തെ ജേർണി ഉണ്ട് സാൽസ്ബുർഗിലേക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ സാൽസ്ബുർഗ് എത്തിയിട്ട് കാണാം കേട്ടോ. അതിനു മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ കാണുന്ന സ്റ്റേഷൻ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് ഗൊസൗ. ഇതുപോലെ നമ്മളുടെ ഹോൾസ്റ്റാറ്റ് എത്തുന്നതിന് മുമ്പ് തൊട്ട് മുന്നത്തെ 2-3 സ്റ്റോപ്പുകളാണ് ബാഡിഷൽ, ഈ ഗൊസൗ ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഹോൾസ്റ്റാറ്റിൽ റൂം നോക്കിയിട്ട് കിട്ടാത്തവരാണ്, അല്ലെങ്കിൽ ഹോൾസ്റ്റാറ്റിൽ ഭയങ്കര റേറ്റ് ആണ് എന്ന് ഫീൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഗൊസൗവിലും ബാഡിഷലിലും ഒക്കെ ഹോൾസ്റ്റാറ്റിനേക്കാളും കുറച്ച് റേഞ്ച് കുറവിലുള്ള റൂമുകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഹോൾസ്റ്റാറ്റിലേക്ക് എത്താനായിട്ട് എപ്പോഴും ഇവിടെ നമുക്ക് ട്രെയിനും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ബസ്സും അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഇത്തിരി ദൂരേക്കായിട്ട് വന്ന് റൂം എടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ ഹോൾസ്റ്റാറ്റിലേക്ക് വന്ന പോലെ തന്നെ അറ്റ്നം പുഹൈം എന്ന് പറയുന്ന സ്റ്റേഷനിൽ വന്ന് ട്രെയിൻ ഇറങ്ങി അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് 11 മണിക്ക് നമുക്ക് സാൽസ്ബുർഗിലേക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് നമ്മളിപ്പോൾ കറൻ്റ്ലി സാൽസ്ബുർഗ് റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വലിയക്കാട്ട പെട്ടി ഇവിടുത്തെ സാൽസ്ബുർഗ് റെയിൽവേ സ്റ്റേഷൻ്റെ ലോക്കർ റൂമിൽ വെച്ച് അടച്ചിട്ട് നമുക്ക് സാൽസ്ബുർഗ് സിറ്റി ഒന്ന് ചുറ്റിക്കണ്ടതിന് ശേഷം വൈകുന്നേരം ഈ പെട്ടി വീണ്ടും വന്ന് നമുക്ക് കളക്ട് ചെയ്ത് നമുക്ക് എയർപോർട്ടിലേക്ക് പോകാമെന്നാണ് കേട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മളിവിടെ വന്നപ്പോൾ ഒറ്റ ലോക്കർ പോലും കാലിയല്ലാത്തത് കൊണ്ട് നമുക്ക് പെട്ടി ഇവിടെ വെച്ചിട്ട് പോകാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടി നമ്മുടെ കയ്യിൽ തന്നെ എടുക്കാമെന്ന് തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ സാൽസ്ബുർഗ് സിറ്റിയുടെ പുറത്തേക്ക്, അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ഫുഡ് കഴിക്കാം എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ ബർഗർ കിങ്ങോ മെക്ഡിയോ അങ്ങനെ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് നമ്മളിങ്ങനെ നടക്കുവാണ് കേട്ടോ സ്ട്രീറ്റിൽ കൂടെ. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് പുറത്ത് തന്നെ ഉണ്ടായിരുന്ന ബർഗർ കിങ്ങിൽ നിന്ന് നമ്മളൊരു ബർഗർ കഴിച്ചിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ ഇനി പോകുന്നത് മിറാബൽ പാലസ് എന്ന് പറയുന്ന ഒരു പാലസ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടെ ഇങ്ങനെ കുറേ നല്ല ഭംഗിയുള്ള പൂക്കൾ വെച്ചിട്ട് ഇവർ കുറേ ഡിസൈനിൽ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. ഏകദേശം നമുക്ക് ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ്സ് ഉണ്ടാവും കേട്ടോ മിറാബൽ പാലസിലേക്ക്. പക്ഷെ നമുക്ക് എന്തായാലും നടന്നു പോകാൻ തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്തു. കാരണം നമുക്ക് അപ്പോഴേക്ക് സാൽസ്ബുർഗ് സിറ്റിയും കൂടെ ഒന്ന് നല്ല ഭംഗിയായിട്ടൊന്ന് കാണാമല്ലോ. അപ്പോൾ നമുക്ക് നടന്നു പോകാൻ തന്നെ തീരുമാനിച്ചത് ഞങ്ങൾ പെട്ടിയൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അങ്ങനെ നമ്മളിതേ നടന്ന് മിറാബൽ പാലസിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ ദാ നിങ്ങളിപ്പോൾ ഈ കാണുന്ന റോസ് കളറിലുള്ള പൂക്കളില്ലേ, ഇതുപോലെ ഇവർ പല ഡിസൈനിലാക്കിയിട്ട് ഈ കാണുന്ന ഗാർഡൻ മുഴുവനായിട്ട് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഗാർഡനാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് സംഭവം. പല ടൈപ്പിലുള്ള പൂക്കൾ വെച്ചിട്ട് ഓഗസ്റ്റ് മാസത്തിലൊക്കെയാണ് നമുക്ക് കൂടുതലും ഇത്ര അടിപൊളിയായിട്ട് ഈ ഗാർഡൻ കാണാൻ പറ്റുന്നത്. കാരണം വിൻ്ററിലേക്ക് ആകുമ്പോഴേക്കും കൂടുതലും ഇതൊക്കെ പൊഴിഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഇതേപോലത്തെ ഒരു ഷേപ്പിൽ ഇവർ കുറേ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഈ ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇവർ ഈ ഫ്ലവേഴ്സ് നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ മിറാബൽ പാലസും അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റുമുള്ള ഗാർഡനും കാണാൻ വേണ്ടി വന്നായിരുന്നു കേട്ടോ. അത് മുഴുവൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. കണ്ടിട്ട് കുറേ നേരം നടന്നതുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കാലുവേദന എടുക്കേണ്ടത്. നമ്മുടെ കയ്യിൽ സ്യൂട്ട് കേസും ബാഗും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ലോക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അത് കാരണം ആ പെട്ടിയൊക്കെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. നമുക്ക് വൈകിട്ട് 9:45 നമുക്ക് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ അത്രയും നേരവും നമ്മൾ ഇതൊക്കെ പിടിച്ചുകൊണ്ട് തന്നെ വേണം സാൽസ്ബർഗ് ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. പക്ഷെ ഞാൻ ഇവിടെ എനിക്ക് പറ്റുന്ന സ്ഥലങ്ങൾ മാത്രമേ ഞാൻ ജസ്റ്റ് കാണുന്നുള്ളൂ കേട്ടോ. എല്ലാം കൂടി ഒറ്റ ദിവസം കൊണ്ട് കണ്ടു തീർക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാ സ്ഥലവും പോയി നടന്ന് കാണാൻ നിൽക്കുന്നില്ല. മാക്സിമം നമുക്ക് ഈ പെട്ടിയൊക്കെ കൂടി കൊണ്ട് നമുക്ക് നടന്ന് കാണാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. അതുപോലെ ഇവിടെ നമുക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കുറേ കാസൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിന് നല്ലോണം ഹൈക്ക് ചെയ്ത് നമ്മൾ പോകണം. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഈ സ്യൂട്ട് കേസൊക്കെ ആയിട്ട് നമുക്ക് മലകളുടെ മുകളിലൊക്കെ കയറാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ജസ്റ്റ് അടുത്തടുത്തുള്ള സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. അടുത്ത് നമുക്ക് ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു മ്യൂസീഷ്യനുണ്ട്, മൊസാഡ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ വീട് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ജസ്റ്റ് കാണാൻ പോകാം കേട്ടോ. അപ്പോൾ കമോൺ. അപ്പോൾ ഗൈസ് ദാ ഈ റോഡ് കടന്ന് അപ്പുറത്തെ സൈഡിലായിട്ട് കാണുന്നതാണ് മൊസാഡ്സിൻ്റെ വീട്. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് അത് വിസിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമുണ്ടെന്നുള്ളത്. പക്ഷേ എനിക്ക് അവിടെ പ്രത്യേകിച്ച് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം തോന്നാത്തത് കൊണ്ട് ഞങ്ങൾ അതിൻ്റെ ടിക്കറ്റ് എടുത്തില്ല. നമ്മൾ അപ്പം തന്നെ അവിടെ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചിട്ടോ. ഇവിടെ നിന്ന് നമുക്ക് എല്ലാ സ്ഥലങ്ങളും ശരിക്കും പറഞ്ഞാൽ നടന്നു പോകാനുള്ള ദൂരത്തിൽ മാത്രമേ ഉള്ളൂ. എനിക്ക് സാൽസ്ബർഗിൽ വന്നതിൽ നിന്ന് അതാണ് മനസ്സിലായത്. നമുക്ക് ബസ് എടുത്ത് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. എല്ലാ സ്ഥലങ്ങളും നമുക്ക് നടന്ന് തന്നെ
പോയിട്ട് കാണാൻ പറ്റും. പിന്നെ നിങ്ങളിത് ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ ഹോഴ്സ് കാർട്ട്, ഇത് ഇവിടുത്തെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ശരിക്കും ഒരു അരമണിക്കൂറത്തേക്ക് ഇവർ 30 to 50 euro വരെ ഈ ഒരു ഹോഴ്സ് കാർട്ട് റൈഡിന് വേണ്ടിയിട്ട് ഇവർ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് നമ്മളിത് ഈ കാണുന്ന റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചിങ്ങനെ ഭംഗിയുള്ളൊരു എന്താ പറയുക റിവറും അതിന് ചുറ്റി ഒരു പാലവും അതിൽ കുറേ ലവ് ലോക്സും ഒക്കെ ഉള്ളൊരു സംഭവം നമുക്ക് കാണാൻ പറ്റും. ഞാനത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും സത്യം പറഞ്ഞാൽ നടന്ന് നന്നായിട്ട് മതിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുമാത്രമല്ല 2 ദിവസമായിട്ട് നമ്മൾ ഹോൾസ്റ്റാറ്റിലെ ജേർണി കഴിഞ്ഞ ഉടനെ തന്നെ സാൽസ്ബുർഗ് വന്നപ്പോഴേക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മളുടെ ഫ്ലൈറ്റിൻ്റെ ടൈം ആകാറായപ്പോഴേക്കും നമ്മൾ ഇവിടെ നിന്ന് ബസ് എടുത്തിട്ട് എയർപോർട്ടിലേക്ക് പോകാനായിട്ട് ഡിസൈഡ് ചെയ്തിട്ടോ. അതിനായിട്ടാണ് ഞങ്ങളിത് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളപ്പോൾ ഈ കാണുന്ന ടിക്കറ്റ് മെഷീനിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മുടെ ബസ് വരുന്നുണ്ട്. ആ കാണുന്ന റെഡ് ബസ്സാണ് നമ്മുടെ ബസ്. അപ്പോൾ നമ്മൾ അതിൽ കയറിയിട്ട് നേരെ എയർപോർട്ടിലേക്കാണ് കേട്ടോ ഇനി പോകുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് എയർപോർട്ടിൽ ചെന്നിട്ട് കാണാം. ഞാനപ്പോൾ നമ്മളുടെ ഹോൾസ്റ്റാറ്റ് ആൻഡ് സാൽസ്ബുർഗ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക്, അതായത് ജർമ്മനിയിലെ നമ്മുടെ പാഡർബോണിലെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നല്ലൊരു ട്രിപ്പായിരുന്നു, നല്ലോണം എൻജോയ് ചെയ്തു. ഹോൾസ്റ്റാറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു സ്ഥലമാണ്, കാം ആൻഡ് പീസ്ഫുള്ളാണ്. ഭയങ്കരമായിട്ട് നല്ലൊരു വെക്കേഷൻ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. എന്തായാലും നമുക്കിനി അടുത്ത സ്ഥലവും അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ, സീ യു ഗൈസ്.